സംസ്ഥാനത്ത് കടുത്ത വേനൽ ചൂട് തുടരുന്നതിനിടെ ആശ്വാസമായി വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 4 ദിവസം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. അരുൺ സോളമൻ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, കഴിഞ്ഞ 2 ദിവസം ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയൊക്കെ ഉണ്ടായിരുന്നു. ശക്തമായ മഴ വരും എന്നാണോ മുന്നറിയിപ്പ്? റിജിത്ത്, ആര്യ, നിലവിൽ സംസ്ഥാനത്ത് കടുത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അടുത്ത 4 ദിവസം ഇന്നലെ മുതൽ തന്നെയാണ് അവർ കാലാവസ്ഥാ വകുപ്പ് കൂട്ടിയിരിക്കുന്നത്. വരുന്ന ഏപ്രിൽ 2 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട് അടക്കമുള്ള മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിച്ചിരുന്നു. അത് ചെറിയൊരു ആശ്വാസം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അത് പൂർണ്ണ തോതിലേക്ക് എത്തിയിട്ടില്ല. കാരണം അതിശക്തമായിട്ടുള്ള ചൂടിനപ്പുറം ഈ അന്തരീക്ഷത്തിൽ ഉയർന്ന നിലയിൽ ഹ്യൂമിഡിറ്റി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥിതിവിശേഷം. ഇത് ഇനി മാറണമെങ്കിൽ സംസ്ഥാനത്ത് മുഴുനീളം മഴ ലഭിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നേരിയ മഴയ്ക്കാണ് സാധ്യത. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം വരുന്ന അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ 40 കിലോമീറ്റർ വേഗതയിൽ ഉയർന്ന കാറ്റിനും സാധ്യതയുണ്ട്. എന്തായാലും ഈ വേനൽക്കാലത്തിനിടയിൽ ഉള്ള ഈ മഴ അത് നേരിയ മഴയാണെങ്കിൽ പോലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പുറത്തിറങ്ങുന്നവർ ശ്രദ്ധ പാലിക്കണം. ഇടിമിന്നലുള്ളതുകൊണ്ട് തന്നെ വേനൽക്കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കരുതൽ വേണം. പ്രത്യേകിച്ചും ഈ അതിശക്തമായിട്ടുള്ള ചൂട് തുടരുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തിറങ്ങുന്നവർ കുട കരുതണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ പങ്കുവെക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ കുടിക്കുന്ന വെള്ളമായാലും അതുപോലെ തന്നെ അത് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. മറ്റൊന്ന് ഈ ശീതളപാനീയങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നവർ അല്ലെങ്കിൽ നേരിയ മഴയെങ്കിലും ഈ വേനൽക്കാലത്ത് ആശ്വാസമായി വരുമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ പോലും ഈ വേനലുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളിൽ ഒരു ഇളവും വരുത്താൻ പാടില്ല എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം ഈ വേനൽക്കാലത്തിൽ ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുടിക്കുന്ന ജലം തന്നെയാണ്. നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് ധാരാളം ഭക്ഷണ പദാർത്ഥത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനം 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തണം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, ഗർഭിണിയായവർ, പ്രായമായവർ, രോഗികളായവരൊക്കെ പുറത്തിറങ്ങുമ്പോൾ കൊടകൾ കരുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് ഈ പുറത്തിറങ്ങുന്ന ഈ പ്രത്യേകിച്ചും കൂലിപ്പണിക്കാരുണ്ട്. ഈ പകൽ സമയങ്ങളിൽ ജോലിയെടുക്കുന്ന ധാരാളം പേരുണ്ട്. ഇവരൊക്കെയും ഈ സൂര്യതാപം ഏൽക്കാത്ത രീതിയിൽ ജോലി എടുക്കാനായിട്ട് ശ്രദ്ധ പുലർത്തണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ ഗവേഷകരും അതുപോലെ ആരോഗ്യവകുപ്പും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വേനൽക്കാലത്ത് പടരുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചിക്കൻ ബോക്സ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ച ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ അതുപോലെ തന്നെ ദൈനംദിന ജീവിതശൈലികളിലും ചില മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് കടന്നുപോകുന്നത്. ഓക്കെ, അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.